ഹലോ കൂട്ടുകാരെ, ഒത്തിരിയായി വീഡിയോയിലൊക്കെ വന്നിട്ട്. അപ്പം ഇന്നൊരു പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. പരിപ്പ് വടയാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് വൈകുന്നേരം പരിപ്പ് വടയ്ക്ക് ഞാൻ പരിപ്പ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. കടലപ്പരിപ്പാണ്. അതിന് വേണ്ട കരിവേപ്പില, ഒരു കഷ്ണം സവോള, പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി. ഇനി ഇത് നമുക്കെല്ലാം ഒന്ന് മിക്സിയിൽ ചതച്ചെടുക്കണം. അപ്പോൾ അതേ നമ്മൾ പറഞ്ഞ ഐറ്റംസ് എല്ലാം കൂടി നല്ല ഒന്ന് ചതച്ച് ചെറുതായിട്ടൊക്കെ ഒന്ന് അരച്ചിട്ടുണ്ട്. അങ്ങനെ നോക്ക്, ഈ ഒരു പരുവം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യമുണ്ട്. എൻ്റെ കയ്യിലൊരു 3 പച്ചമുളകേ ഉള്ളായിരുന്നു, അതാണ് ഞാൻ ഇട്ടത്. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി മുളക് പൊടി കൂടുതൽ ഞാൻ ചേർക്കുന്നുണ്ട്. ഇച്ചിരി മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത് നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഇത് അരച്ചു, ഒരു പാൻ വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, അത് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് പരിപ്പ് വട, ഒത്തിരി മുഴുത്ത പരിപ്പ് വടയല്ല, അപ്പോൾ ഒരു ഇടത്തരം പരിപ്പ് വട. ദേ നോക്കുകേ, ഈ ഷേപ്പ് കാണാം. ഇതാണ് പരിപ്പ് വട. ഇത് നമുക്ക് എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അതുപോലെ പെട്ടെന്ന് നമ്മുടെ ഷേപ്പ് ഉണ്ടാക്കുക. ഞാൻ ഷേപ്പിലാക്കി ഒരു 7 എണ്ണം ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒരു സൈഡിൽ നിന്ന് മൂത്ത് കഴിഞ്ഞിട്ടേ നമുക്ക് മറിച്ചിടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പൊട്ടിപ്പോവും. അപ്പോൾ ഒന്ന് ശകലം നേരം വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ദേ നമുക്ക് തിരിച്ചൊക്കെ ഇടാം. ഏകദേശം ആയിട്ടുണ്ട്. ദേ നോക്കിക്കേ, കണ്ടോ? അപ്പോൾ പൊട്ടാതെ ഇതങ്ങായിക്കോളൂ. എല്ലാം തിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ പരിപ്പോടെയൊക്കെ കറക്റ്റായിട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്ന് കോരി എടുക്കാം. നമ്മുടെ അടിപൊളി പരിപ്പ് വട. നല്ല മഴയാണ്, അപ്പം നമുക്ക് പരിപ്പ് വടയും ചായയും കുടിക്കാം. അപ്പം ചായ ഇതിപ്പോൾ എടുക്കാം കേട്ടോ. അപ്പം ദേ വൈകുന്നേരത്തേക്ക് ചായയും പരിപ്പ് വടയും ആയിട്ടുണ്ട്. നല്ല കടുപ്പത്തിൽ ചായയും പരിപ്പ് വടയും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്ത പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വരാം. ഇനി ഒരു നവരാത്രി വീഡിയോകളൊക്കെ ആയിട്ട് ഒത്തിരി ഫുഡുകളായിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ബായ്.